ഭിന്നശേഷിക്കാരനെ ലൈംഗികമായി അതിക്രമിക്കാൻ ശ്രമിക്കുകയും അത് തടഞ്ഞതിന്റെ പേരിൽ തട്ടിക്കൊണ്ടുപോയി അതിക്രമിച്ച കേസിൽ ക്രൂരമായി ആക്രമിച്ച കേസിലെ പ്രതികളെ ഇപ്പോഴത്തെ നെയ്യാറ്റിൻകര പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 18 വയസ്സുകാരനായ അബ്ദുൾ റംസി അതുപോലെ തന്നെ അക്ഷയ് സുനിൽ എന്നിവരുന്ന 2 പേരാണ് ഇപ്പോഴത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ കൂടാതെ മറ്റ് 2 പ്രതികൾ കൂടി ഇനി കിട്ടാനുമുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു ഭിന്നശേഷിക്കാരനായ യുവാവിനെ 4 പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി ഫുട്ബോൾ കളിക്കാനെന്ന് പറഞ്ഞ് വ്യാജേന തട്ടിക്കൊണ്ടുപോയി ഒരു വീട്ടിൽ കൊണ്ട് പൂട്ടിയിട്ട് രാത്രി മുഴുവൻ മർദ്ദിക്കുകയും നഗ്നനാക്കി നിർത്തുകയും മറ്റ് ക്രൂരമായ ദേഹോദരം ഏൽപ്പിക്കുകയും ചെയ്ത 4 പ്രതികളിലെ 2 പ്രതികളെ ഇന്ന് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരെ ഉടനെ അറസ്റ്റ് ചെയ്യുന്നതാണ്. അറസ്റ്റ് ചെയ്ത പ്രതികളുടെ പേര് അനന്തവും പിന്നെ ഒരാൾ റംസിയും എന്ന് പറഞ്ഞ 2 പ്രതികളാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവരുടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നലെ മുൻ CI പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച വൈകുന്നേരം ഏതാണ്ട് 5 മണിയോടാണ് കേസിലാസ്പദമായ സംഭവം നടക്കുന്നത്. ഭിന്നശേഷിക്കാരനായ യുവാവിനെ ഫുട്ബോൾ കളിക്കാൻ കൊണ്ടുപോകാമെന്ന വ്യാജേന ബൈക്കിൽ കയറ്റി തട്ടിക്കൊണ്ടുപോവുകയും ഒരു സ്ഥലത്തെ വീട്ടിൽ പാർപ്പിച്ച് അതിക്രൂരമായി കെട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കേസ്. ഈ കേസിൽ 4 പ്രതികളാണുള്ളത്. കണ്ടാലറിയുന്ന ഒരു പ്രതി ഉൾപ്പെടെ 4 പ്രതികളാണ് ഈ കേസിലെ പ്രധാന പ്രതികൾ. ഏറ്റവും പ്രധാനം ഇവരുടെ പ്രായം എന്ന് പറയുന്നത് 18, 19, 20 വയസ്സ് എന്നിങ്ങനെയാണ് ഇവരുടെ പ്രായം എന്ന് പറയുന്നത്. ആലോചിക്കണം, കുറ്റവാളികളാണ് ഇതിലെ പ്രതികൾ എന്നുള്ളതാണ് ഏറ്റവും നടുക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇവരിൽ 2 പേരെയാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തിരിക്കുകയാണ്. ഈ 23 വയസ്സുകാരനെ ഭിന്നശേഷി യുവാവിനെ ആക്രമിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയൽവാസിയും സുഹൃത്തുക്കളുമുണ്ട് എന്നുള്ളതാണ്. അതായത് സുഹൃത്തുക്കൾ അടക്കമുള്ളവർ ചേർന്ന് യുവാവിനെ ലൈംഗികമായി അതിക്രമിക്കാൻ ശ്രമിച്ചത് ആ യുവാവ് എതിർക്കുകയാണ് ഉണ്ടായത്. ആ എതിർത്തതിന്റെ ദേഷ്യത്തിൽ മറ്റു ചില കൂട്ടുകാരോടൊപ്പം ചേർന്ന് ഈ യുവാവിനെ ഫുട്ബോൾ കളിക്കാൻ കൊണ്ടുപോകാമെന്ന വ്യാജേന തട്ടിക്കൊണ്ടുപോവുകയും, അതായത് ബൈക്കിൽ കയറ്റിക്കൊണ്ടു പോവുകയും അവിടെ നിന്ന് മണലുവിളയുള്ള ഒരു വീട്ടിൽ ആൾതാമസമില്ലാത്ത വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ആ മുറിയിൽ പൂട്ടിയിട്ട് കസേരയിൽ കൈയും കാലും കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നു. അതായത് കമ്പും കമ്പിയും ഉപയോഗിച്ച് ശരീരമാസകലം അടിക്കുകയായിരുന്നു. ഇതൊന്നും കൂടാതെ പ്രാചീനമായ ബ്രൂട്ടലായ രീതിയിൽ തലമുടി ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുകയും മീശയുടെ പകുതി വടിച്ചെടുക്കുകയും ചെയ്തു. ഇതൊന്നും കൂടാതെ ശരീരത്തിലെ പല ഭാഗങ്ങളും ബ്ലേഡ് ഉപയോഗിച്ച് വരഞ്ഞെടുക്കുന്ന രീതിയും ഉണ്ടായത്. ആ രീതിയിൽ അത്രത്തോളം ക്രൂരമായാണ് ഈ യുവാവിനെ
കൂട്ടുകാരടക്കമുള്ള സംഘം ആക്രമിച്ചത് എന്നുള്ളതാണ് നടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുടുംബത്തിലെ 2 പേരും ഭിന്നശേഷി വൈകല്യമുള്ളവരാണ്. ഇവിടെ കൂടാതെ ഇവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ കാരുണ്യയുടെ സ്പെഷ്യൽ സ്കൂളിലാണ് ഇവർ പഠിക്കുന്നത്. അതുകൂടാതെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ ഹോക്കി ചാമ്പ്യൻഷിപ്പിലെ നാഷണൽ ചാമ്പ്യൻ കൂടിയാണ് പീഡനത്തിനിരയായ ഈ യുവാവ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരാളെയാണ് ഇവർ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ളതാണ് നടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ആലോചിക്കണം. കുട്ടികളായവർ, കൂട്ടുകാരായവർ സ്വന്തം കൂട്ടുകാരനെ ലൈംഗികമായി അതിക്രമിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നു. അത് തടഞ്ഞതിൻ്റെ പേരിൽ ആ യുവാവിനെ മറ്റു ചില ആൾക്കാരോടൊപ്പം ചേർന്ന്, അല്ലെങ്കിൽ മറ്റു ചില കൂട്ടുകാരോടൊപ്പം ചേർന്ന് ബൈക്കിൽ തട്ടിക്കൊണ്ടു പോവുകയും അവിടുന്ന് ആളില്ലാത്ത ഒരു വീട്ടിൽ പൂട്ടിയിടുകയും അവിടെ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്. കൂട്ടുകാരാണ്, ഒരുമിച്ച് കളിച്ചവരാണ്, അവരെയാണ് ഈ പറഞ്ഞ പോലെ ലൈംഗികമായി ഉപയോഗിക്കാൻ ഇവർ ശ്രമിച്ചത്. അത് തടഞ്ഞതിൻ്റെ പേരിലാണ് ഈ ഭിന്നശേഷിക്കാരനായ യുവാവിനെ ഇത്രയും നിഷ്ഠൂരമായ രീതിയിൽ അതിക്രമിച്ചത് അല്ലെങ്കിൽ ആക്രമിച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും ഗൗരവമുള്ള കാര്യം. CI പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇന്നിപ്പോഴത്തെ പുതിയ CI വിനേഷ് കുമാറാണ് ചാർജ് എടുത്തിരിക്കുന്നത്. വിനേഷ് കുമാറാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്നത്.